ഹലോ. ഹലോ. എമ്മയ്ക്ക് പറ്റിയതാണല്ലേ? യെസ്. എന്താ പേര്? നളിനി. ഇവിടെ അടുത്താണോ വീട്? അറിഞ്ഞിട്ട് എന്ത് വേണം? ഒന്നും വേണ്ട, വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി. കാണുന്ന മാത്രയിൽ തന്നെ പ്രണയപനി പിടിപെടുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വേലത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട. എടാ അളിയാ, അവളാണ് നമ്മൾ വിചാരിച്ചതുപോലല്ലോ. കഴിയട്ടെ. വഞ്ചി തുഴഞ്ഞു വരും തങ്കനിലാവിന്റെ കൂട്ടുകാരി കുമാരനാശാൻ ഇന്നലെ നിന്നെ വാസവദത്തയാക്കി മധുരാപുരിയുടെ പുളകമാക്കി. തിങ്കൾ വഞ്ചി തുഴഞ്ഞു വരും തങ്കനിലാവിന്റെ കൂട്ടുകാരി. കൈവള കരിവള കിലുങ്ങും ഓമനത്തോഴിമാർ കളിയാക്കുമ്പോ ഓമൽ കൈവള കരിവള കിലുങ്ങും ഓമനത്തോഴിമാർ കളിയാക്കുമ്പോ പരിമളമിളകും നിന്മേനി കണ്ടു നാണിക്കുന്നു രാമച്ച വിശറിയും പനിനീരും. തിങ്കൾ വഞ്ചി തുഴഞ്ഞു വരും തങ്കനിലാവിന്റെ കൂട്ടുകാരി. നിന്നെ കവിതകൾ വിനയുമ്പോ കാമുക ഹൃദയങ്ങൾ പന്താടുന്നു. കാലം നിന്നിൽ കവിതകൾ വിനയുമ്പോ കാമുക ഹൃദയങ്ങൾ പന്താടുന്നു. പദസരനിനതങ്ങൾ ചാരുമന്ദസ്മിതം തൂവും കാലിടം തുടക്കാമ്പിൽ തുളുമ്പുന്നു. തിങ്കൾ വഞ്ചി തുഴഞ്ഞു വരും തങ്കനിലാവിന്റെ കൂട്ടുകാരി കുമാരനാശാൻ ഇന്നലെ നിന്നെ വാസവദത്തയാക്കി മധുരാപുരിയുടെ പുളകമാക്കി. തിങ്കൾ വഞ്ചി തുഴഞ്ഞു വരും തങ്കനിലാവിന്റെ കൂട്ടുകാരി. Excuse me. Yes. എന്റെ പേര് ദിലീപ്. I am MA final student. My father is AC of police. തന്റെ ബയോഡേറ്റ ഞാൻ ചോദിച്ചില്ലല്ലോ.
My name is Suresh, music failure. I like you. താങ്ക്സ്. തനിക്ക് എന്താ പറയാനുള്ളത്? എന്നോട് പ്രേമാണെന്നോ? ഇനി ബാക്കി താൻ മാത്രമേ ഉള്ളോ, അതോ മറ്റാരെങ്കിലും ഉണ്ടോ പ്രണയജ്വരം ബാധിച്ചവരായിട്ട്? കുറെ വായി നോക്കിയാൽ നടക്കുന്നു, പഠിക്കാനാണെന്നും പറഞ്ഞു. Stupid. പുതിയതായി വന്നിട്ടുള്ള നളിനിയില്ലേ, അവളുടെ പുറകെ ഇപ്പൊ പൂവാലന്മാരില്ല. അതുകൊണ്ട് നമ്മുടെ ശല്യം കുറഞ്ഞു കിട്ടി. രക്ഷപ്പെട്ടു. അവന്മാരെ കണ്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലും. അപ്പൊ കാണാം വിരളി പിടിച്ച മൂരികളെ പോലെ നടക്കുന്നത്. നളിനി അങ്ങനെ ഇങ്ങനെ ഒന്നും ആരുടെ വല വീടില്ല. നടന്നു വരുന്നവരെയും സൈക്കിളിലും ബൈക്കിലും ചുറ്റുന്നവരെയും അവൾക്ക് പുച്ഛോ. പിടിച്ചാ പുളുങ്കമ്പി തന്നെ പിടിക്കണമെന്നാ അവളുടെ പ്രമാണം. കാറിൽ വരുന്നവരെ മാത്രമേ അവൾ മൈൻഡ്. ആ സ്റ്റൈൽ നമുക്കും ആകാമായിരുന്നു. ആയിക്കോളൂ, ആര് പറഞ്ഞു വേണ്ടെന്ന്? നമുക്ക് ഫ്ലൈറ്റിൽ വരുന്നവരെ നോക്കാം. നീ വാ. കയറു, ഞാനും കോളേജിലേക്കാ. കമോൺ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു. ഇവൻ എങ്ങനെ ഒപ്പിച്ചിടാ? അത് തന്നെ ഞാനും ആലോചിക്കുന്നു. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ വളയ്ക്കാൻ നമ്മളാണ് വില്ലന്മാരെന്ന് കരുതി. ഇപ്പൊ നമ്മളെക്കാൾ വില്ലൻ വന്നിരിക്കുന്നു. അങ്ങനെയാ ആ പിള്ളേര് നമ്മളെ കൊണ്ട് പുറകെ നടക്കാനല്ലാതെ വേറെ എന്തിനു കൊള്ളാം? ഒന്നിനും കൊള്ളുകയല്ല. അവന്റെ തന്തയ്ക്ക് കാറുണ്ട്, നമ്മുടെ തന്തമാർക്ക് കാറുണ്ടായിട്ട് എന്താ പ്രയോജനം? ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. ഗോൾഡ് ഈസ് ഗോൾഡ്. നമുക്ക് പഴയ തന്നെ മതി. അതിന്റെ പുറകെ പോയ വല്ല പ്രയോജനം ഉണ്ടാവും. വാ വാ വാ.
പവിഴത്തിനു നാണം നിൻ പനിനീർച്ചൊടി കാണുമ്പോ ഉലകത്തിന് പോലും പൂമ്പുളകം നീ തഴുകുമ്പോ അപ്പിരികൾക്കൊരു അപ്പനിയാ കിരികൾക്കൊരു കിപ്പൊരിയാ പവിഴത്തിനു നാണം നിൻ പനിനീർച്ചൊടി കാണുമ്പോ ഉലകത്തിന് പോലും പൂമ്പുളകം നീ തഴുകുമ്പോ അപ്പിരികൾക്കൊരു അപ്പനിയാ കിരികൾക്കൊരു കിപ്പൊരിയാ കൊണ്ടെഴുതി നീയൊരു പ്രണയക്കുറിയൻ ഹൃദയതലത്തിൽ മിഴിമുന കൊണ്ടെഴുതി നീയൊരു പ്രണയക്കുറിയൻ ഹൃദയതലത്തിൽ പവിഴത്തിനു നാണം നിൻ പനിനീർച്ചൊടി കാണുമ്പോ ഉലകത്തിന് പോലും പൂമ്പുളകം നീ തഴുകുമ്പോ അപ്പിരികൾക്കൊരു അപ്പനിയാ കിരികൾക്കൊരു കിപ്പൊരിയാ മറിമാൻമിഴി നിന്റെ മനസമ്മതമെൻ ജനനം സഫലിതമാക്കി നമ്മുടെ നിശകളനങ്കടമായി പവിഴത്തിനു നാണം നിൻ പനിനീർച്ചൊടി കാണുമ്പോ ഉലകത്തിന് പോലും പൂമ്പുളകം നീ തഴുകുമ്പോ കിരികൾക്കൊരു അപ്പനിയാ കിരികൾക്കൊരു കിപ്പൊരിയാ ലവ് ബേർഡ്സ് അവന്റെ റൊമാൻസ് റോമിയോ ജൂലിയറ്റ് എന്നാ വിചാരം. അതേടാ റോമിയോ ജൂലിയറ്റ് തന്നെയാ. നിനക്കെന്ത് വേണം? Stupid. നിങ്ങളൊക്കെ പഠിക്കാൻ വരുന്നോ അതോ മറ്റുവല്ലോനാണോ കോളേജിൽ വരുന്നത്?
ഇതാണോ പ്രേമിക്കാനും തല്ലുകൂടാനും കണ്ട സ്ഥലം? നിങ്ങളെപ്പോലെ മറ്റു കുട്ടികളിവിടെ പഠിക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഇനി രണ്ടുപേരും ഈ കോളേജിൽ പഠിക്കണ്ട. ഞാൻ നിങ്ങളുടെ പേരൻസിനെ വരാൻ അറിയിച്ചിട്ടുണ്ട്. Take your seat. What happened, madam? വെരി സോറി. നിങ്ങളുടെ മക്കളെ ഇനി ഈ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ സാധ്യമല്ല. മറ്റു കുട്ടികൾ കൂടി വഷളാകും. കോളേജിന്റെ നിലനിൽപ്പ് ഞങ്ങൾക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടി.സി തരാൻ ഞാൻ ഏർപ്പാടുണ്ടാക്കാം. നിങ്ങളുടെ മക്കളെ മറ്റു കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചോളൂ. എക്സ്ട്രീംലി സോറി. എന്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സോറി, എനിക്കിനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മകളെ ഇനി ഒരു കോളേജിലും പഠിപ്പിക്കുന്നില്ല. അവക്ക് ടി.സിയും വേണ്ട. നടക്ക. മേലാൽ നീ വീട്ടിന് പുറത്തിറങ്ങി പോരുത്. ഇറങ്ങിയാൽ അന്ന് നിന്നെ ഞാൻ കുഴിച്ചു മൂടും. പറഞ്ഞേക്കാം. ഇനി നിനക്ക് വേണ്ടത് വിവാഹം. അത് ഞങ്ങൾ നടത്തിത്തരും. വരൂ. നളിനി. ഇതാണ് എന്റെ ഭാര്യ. കൊള്ളാം. നല്ല ചേർച്ച. രണ്ടുപേരും നല്ല ജോഡിയായിട്ടുണ്ട്. നേതാവിന് നമ്മുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ലൊരു പാർട്ടി കൊടുക്കണം. അങ്ങോട്ടിരിക്കാം. ഞാനങ്ങനെ സ്ഥിരം മദ്യപിക്കാറൊന്നുമില്ല. അത് സാരമില്ലെന്ന് വല്ലപ്പോഴും ഒക്കെ ആം. ഞാൻ സഹായിക്കാം. ക്ഷമിക്കൂ. നടന്നൊക്കെ നടന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹം ഇവിടുത്തെ വലിയൊരു നേതാവാണ്. അദ്ദേഹം വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും. അടുത്ത അസംബ്ലി ഇലക്ഷന് എനിക്കൊരു സീറ്റ് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടാണ്. ഇലക്ഷൻ ജയിച്ചാൽ ഞാൻ മന്ത്രിയാകും. നീ മന്ത്രിയുടെ ഭാര്യ.
അതാണ് എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം നിറവേറാൻ നന്ദി കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഓഹോ, അപ്പൊ അറിഞ്ഞുകൊണ്ട് നടത്തിയ നാടകമാണല്ലേ ഇത്? ഇനി ഒരു നിമിഷം പോലും ഞാൻ നിങ്ങളോട് ജീവിക്കില്ല. പോകുന്നതിൽ വിരോധമില്ല, പക്ഷേ പിന്നെ ഈ വഴി കിടക്കരുത്. ഇരിക്കൂ. നളിനി, നളിനി, വരൂ, അകത്തേക്ക് ഇരിക്കാം. എന്നാ വരട്ടെ, നമുക്ക് പിന്നെ കാണാം. ശരി. അങ്ങ് മന്ത്രിയായതിൽ ഞങ്ങൾക്കും പാർട്ടിക്കും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. എങ്ങോട്ടാ യാത്ര? മന്ത്രിമന്ദിരത്തിലേക്ക്. എപ്പോഴാ പുറപ്പെടേണ്ടത്? ഉടനെ തന്നെ. പുറത്ത് കാർ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിന്നെ അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ ഞാൻ അത്ര വിഡ്ഢിയാണെന്ന് കരുതിയോ? ഉയർച്ചയ്ക്ക് വേണ്ടി പലരുടെയും കാല് പിടിച്ചെന്നിരിക്കും, പലരെയും കരുവാക്കിയെന്നിരിക്കും. അതെല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചു. ഒരു പൊസിഷനിൽ വന്നാൽ അന്തസ് കീപ്പപ്പ് ചെയ്യണം. അതാണ് ബുദ്ധി. സഹായിച്ച എല്ലാവരെയും തലയിൽ കയറ്റി മന്ത്രിമന്ദിരത്തിൽ കൊണ്ട് താമസിക്കാൻ പറ്റുമോ? അതെന്റെ അന്തസ്സിന് യോജിച്ചതല്ല. Wanted a modeling girl. A golden chance for charming girls. ഒന്ന് അന്വേഷിച്ചു നോക്കിയാലോ? May I come in, sir?
ഇരിക്കൂ. താങ്ക് യു. എന്താ കാര്യം? സാർ, ഞാൻ മോഡലിംഗ് ഗേളിനെ ആവശ്യമുണ്ടെന്ന അഡ്വർടൈസ്മെന്റ് കണ്ട് വന്നതാ. ഗുഡ്. മിസ്റ്റർ ധനപാൽ. യെസ് സർ. ഈ പെൺകുട്ടി നമ്മുടെ പേപ്പർ പരസ്യം കണ്ട് വന്നതാണ്. മോഡലിംഗ് സൂട്ടബിൾ ആണോ നോക്കൂ. ശരി സർ. ഇത് മിസ്റ്റർ ധനപാൽ, ഞങ്ങളുടെ കമ്പനിയുടെ മാനേജർ. ഫോട്ടോഗ്രാഫറോട് ടെസ്റ്റ് എടുക്കാൻ പറയൂ. വരൂ മാഡം. വണ്ടർഫുൾ. മിസ്റ്റർ ധനപാൽ, നളിനിയെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. എന്താ? ഇത്രയും സ്ട്രക്ചർ ഒത്തിട്ട പെൺകുട്ടികളെ ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. നളിനിയെ നാളെ തന്നെ അപ്പോയിന്റ് ചെയ്തോളൂ. ശരി സർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊള്ളാവുന്നത് കൊണ്ടല്ലേ മോഡലിംഗിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. ഞങ്ങൾക്കൊരു സംശയം തീർക്കാനാ, ഒന്ന് നിൽക്കാമോ? എന്ത് സംശയം? നിങ്ങളല്ലേ പത്രങ്ങളിലെ പരസ്യങ്ങളിലും മറ്റും പ്രത്യക്ഷപ്പെടാറുള്ളത്? അല്ല. അങ്ങനെ ആളെ ഫൂളാക്കല്ലേ. ഇന്നും പരസ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടല്ലേ. അങ്ങനെ അങ്ങ് പോയാലോ? എന്തിനാ അവന്മാര് നിന്നെ ഓടിച്ചത്? ഞാൻ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോഴാ അവര് രണ്ടുപേരും കൂടി എന്നെ ഉപദ്രവിക്കാൻ വന്നത്. എന്താ നിന്റെ പേര്? നളിനി. എന്ത് നളിനി? ദേ നളിനി. എവിടാ വീട്? തേവള്ളി. എന്താ നിന്റെ പ്രൊഫഷൻ? ഒളമ്പസിലെ മോഡലിംഗ്. ഓ, അത് ശരി. സൂക്ഷിച്ചു പോകുമോ അതോ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്നാ ശരി. Yes, Olympus Exporting Company. MD speaking. Are you sure?
When are you coming? Next week. Please come. എന്താണ് സർ? മിസ്റ്റർ ധനപാൽ, നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അടുത്ത ആഴ്ച സിംഗപ്പൂരിൽ നിന്നും 5 അംഗങ്ങളുള്ള സംഘം നമ്മുടെ കമ്പനി സന്ദർശിക്കാൻ എത്തുന്നു. 5 കോടി രൂപയുടെ ബിസിനസ്സാണ്. അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഏതു വിധവും ചരക്കയക്കാനുള്ള ഓർഡർ നമുക്ക് നേടിയെടുക്കണം. ഇത്രയധികം ചരക്ക് നമ്മൾ എങ്ങനെ അയക്കും? അതിനൊക്കെ വഴിയുണ്ടാക്കാം. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. സർ, പ്രൊപ്പറേറ്ററെ കണ്ടിട്ട് തന്റെ പ്രൊപ്പറേറ്ററോട് അവിടെ ഒന്ന് കാണാൻ പറഞ്ഞാൽ മതി. ഹലോ സർ, ഞാനാണ് മാനേജർ ധനപാൽ. എന്താ കാര്യം? ക്വാളിറ്റി കൺട്രോളർ വന്ന് ചരക്ക് പരിശോധിച്ചു. അവർ നമ്മുടെ ഗോഡൌൺ സീൽ ചെയ്തു. എപ്പോ? ഇപ്പോൾ സർ. ഞാൻ ആവെന്ന് പറഞ്ഞു നോക്കി. എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല. നോൺസെൻസ്. സിംഗപ്പൂരിൽ നിന്ന് വരുന്നവരോട് എന്ത് സമാധാനം പറയും? താൻ എത്രയും പേര് ഇവിടെ വരണം. ശരി സർ. യെസ്, നളിനി ഹിയർ. ഇത് ഞാനാണ് MD. മിസ് നളിനി ഹോട്ടൽ സീഡോളിലേക്ക് ഒന്ന് വരാമോ? ഹോട്ടൽ സീലോഡിലേക്കോ? വെൻ? ഈവനിങ്. ഈവനിങ്ങിലോ? എനിക്ക് നളിനിയോട് അത്യാവശ്യ കാര്യം പറയാനാണ്. ഞാൻ റൂഫ് ഗാർഡനിലുണ്ടാവും. യെസ്, ഐ കം ദേ. നളിനി ഇരിക്കൂ. സാറിനെ വിളിച്ചത്? ഗോഡൌൺ സീൽ വെച്ചിരിക്കാന്ന് അറിയാമല്ലോ. കമ്പനിയുടെ മാനവ രക്ഷിക്കാൻ നളിനിക്ക് മാത്രമേ കഴിയൂ. ആരാ? ഒളമ്പസിലെ നളിനിയാണെന്ന് പറഞ്ഞാ മതി. ഞാൻ പറയാം. അത് തിരിക്കൂ. താങ്ക് യു. തിരിക്കൂ. താങ്ക് യു. ഹായ് നളിനി. എന്താ സർപ്രൈസ് ചെയ്തിട്ട്? ഒന്നുമില്ല മാഡം, ഇരിക്കൂ. ഞാൻ മാഡത്തിന്റെ ഉപദേശം സ്വീകരിക്കാൻ വന്നതാ. എന്താ കാര്യം? കാര്യങ്ങളെല്ലാം വളരെ സീക്രട്ട് ആയിരിക്കണം. മാഡം വിചാരിച്ചാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പ്രശ്നം എന്താണെന്ന് പറയൂ. ഒളമ്പസ് കമ്പനി ക്വാളിറ്റി കൺട്രോളർ വന്ന് സീൽ ചെയ്തു. മൈ ഗോഡ്, MD ആണെങ്കിൽ ആകെ വറീഡാണ്. ക്വാളിറ്റി കൺട്രോളർ സീൽ ചെയ്ത കാരണം 5 കോടിയുടെ ഓർഡറാണ് കമ്പനിക്ക് നഷ്ടമാകുന്നത്. ഒരാഴ്ചത്തെ സമയം കിട്ടിയാൽ ഏതു വിധവും കമ്പനി തുറക്കാൻ ശ്രമിക്കാമെന്നാണ് MD പറയുന്നത്. ഈ കാര്യത്തിൽ ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഓർഡർ നൽകാൻ വരുന്നവർ അടുത്ത വെള്ളിയാഴ്ച സിംഗപ്പൂർ ഫ്ലൈറ്റിലെത്തും. ഒരാഴ്ച കമ്പനി കാര്യത്തിൽ അവരുടെ ശ്രദ്ധ പതിയാതിരുന്നാൽ കാര്യം വിജയിച്ചു. മാഡം വിചാരിച്ചാൽ എന്തും നടക്കുമല്ലോ. അവരുടെ ശ്രദ്ധ കമ്പനി കാര്യത്തിലോ ബിസിനസ് കാര്യത്തിലോ പതിയരുത്. അത്രയല്ലേ ഉള്ളൂ. അക്കാര്യം ഞാൻ ഏറ്റു. നളിനി ധൈര്യമായി പോകൂ. നാളെ ഈ സമയത്ത് എന്നെ വന്ന് കണ്ടാൽ മതി. താങ്ക് യു മാഡം. എന്നാ പിന്നെ ഞാൻ നാളെ വരാം. ശരി, എന്നാ ഞാൻ വരട്ടെ. ആ.
എന്തായി മാഡം? ഡോൺ വെറി, എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അവർ 5 പേരും എയർപോർട്ടിൽ വരും. എന്താ അതുപോലെ? താങ്ക്സ് മാഡം. ഉഷേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. അതൊന്നും സാരമില്ല. എന്തെങ്കിലും കഴിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഹലോ മിസ്റ്റർ M.A. വിൻസെന്റ്, കൺഗ്രാജുലേഷൻ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു. ആ, ഇത് മിസ് നളിനി, ഹലോ. ഞങ്ങളുടെ കമ്പനിയുടെ ഓൾ ഇൻ ഓൾ. നമസ്തേ. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ തമ്മിലുള്ള ബിസിനസ് കരാറിൽ ഒപ്പുവെച്ച് ഇവിടെ പോകുന്നത് വരെ നിങ്ങളുടെ സേവനത്തിനായി ഈ തരുണീമണികൾ കൂടെ ഉണ്ടാവും.
മഞ്ചത്തിൽ കൊഞ്ചി കൊഞ്ചി പിച്ച വച്ചു നീ നടന്നു മണിപ്രവാളങ്ങളാകും മണിച്ചിലമ്പൊലി തൂകി മലയാള കവിതേ നീ പിറന്നു ശകുന്തള ശകുന്തള ഇത് അനസൂയ ശകുന്തളയുടെ തോഴി ശകുന്തളയുടെ തോഴി അത് പ്രിയമത ഇതും ശകുന്തളയുടെ തോഴി ഇതും തോഴി അതോളം ഞാൻ കണ്ടിട്ടില്ല നീ ഇങ്ങനെ കിടന്ന നിന്റെ സ്ട്രക്ചറെ മാറി പിക്ചറായി പോകും നീ എണീക്കോ ഇങ്ങനെ നീ തോളിയിലെ പുറത്ത് ഇങ്ങനെ കിടന്നാൽ നാട്ടുകാർ നിന്നെ തോളിക്കും കൂട്ടുടങ്ങി കൊണ്ട് മാറും
പറഞ്ഞ പ്രകാരം കൂടുതൽ ചരക്കുകൾ കരുതിക്കോളും. സിംഗപ്പൂർ പാർട്ടി ഒന്ന് പരിശോധിക്കുമ്പോൾ നല്ല മെറ്റീരിയൽസ് വേണം അവരെ കാണിക്കാൻ. ഒന്നും മാറിപ്പോരുത്. മാറിപ്പോയാൽ എല്ലാ എക്സ്പെക്ടേഷനും തെറ്റും. ശരി സർ. ആ പൂട്ടി. അപ്പോ നമുക്ക് ഗോഡൌണിലേക്ക് പോവാം. ചരക്കുകൾ കാണണ്ടേ? നിങ്ങൾ തരുന്ന ചരക്കും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു മിസ്റ്റർ Thank you, thank you. താങ്ക് യു. Thank you. Thank you. Now I'm going to come back to Kerala again. I am very sad you will return Welcome. back of Please don't worry, Kerala. I'll come back again. Huh? Yeah. Thank you. We'll meet Welcome. again. Thank you. Welcome. What to do? Miss Nalini, ഇത് വളരെ വിലപിടിച്ച മോതിരമാണ്. കേരളത്തെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോഴും സിംഗപ്പൂരിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോഴും മിസ് നളിനിയുടെ കയ്യിൽ ഈ മോതിരം ഞാൻ എന്നേക്കുമായി അണിയുന്നു. Miss Nirma will send. I will send back. Okay. സാമർത്ഥ്യം കൊണ്ട് മാത്രമാണ് ഈ ബിസിനസ് ഇത്രയും സക്സസ് ആയി നടന്നത്. കമ്പനിക്ക് 5 കോടി രൂപയുടെ ബിസിനസ് നടക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ. ഇതിൽ നളിനിയെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല. നളിനിയുടെ ശമ്പളത്തിൽ 100 രൂപ വർദ്ധിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. നന്ദി കേട്ട വർദ്ധ, എന്റെ ശരീരം പോലും പണയപ്പെടുത്തി ഞാൻ ചെയ്ത സാഹസത്തിന് 100 രൂപ പ്രതിഫലം. അങ്ങനെ ആരുടെയും അവതാരം എനിക്ക് വേണ്ട. ഇനി അവരുടെ ജോലി ആവശ്യമില്ല. എന്താ മിസ് നളിനി ഇത്? നന്ദിയോട് ഞാൻ ഒരിക്കലും സഹിക്കില്ല. തന്റെ 100 രൂപ കൂട്ടിക്കിട്ടാൻ വേണ്ടിയല്ല കണ്ട അളിഞ്ഞു നാറിയവനെല്ലാം എന്റെ ശരീരം പങ്കിട്ടത്. നളിനി, അത് നിങ്ങൾ ഒന്നും പറയണ്ട. ഇത്രയും നന്ദിയോട് ഞാൻ പ്രതീക്ഷിച്ചില്ല. എവിടെയും വഞ്ചനയാണ് എന്നെ എതിരേറ്റത്. സ്ത്രീയെ ഈ സമൂഹം എന്നും താഴ്ത്തിക്കെട്ടാനേ മുതിർന്നിട്ടുള്ളൂ. സ്ത്രീയെ അപമാനിതരാക്കാനുള്ള ഈ പ്രവണത ഞാൻ മാറ്റിയെടുക്കും. ജീവിച്ചാൽ വാസവദത്തയായി തന്നെ ഞാൻ ഇവിടെ ജീവിക്കും. ഇല്ലെങ്കിൽ മരണത്തെ 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. കോടീശ്വരിയായി ജീവിക്കാൻ എന്ത് വേഷം കെട്ടാനും ഞാൻ ഒരുക്കമാണ്. എന്നെ ചവിട്ടി പുറത്താക്കിയ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന അയാളെ ഞാൻ എന്റെ വീടിന് മുന്നിൽ കാവൽ നിർത്തും. കഴിഞ്ഞകാല ജീവിതത്തിൽ അപമാനത്തിന്റെയും നഷ്ടങ്ങളുടെയും കഥകളേ ഉള്ളൂ. ഇനി അത് പാടില്ല. ഇനി ജീവിതം ലാഭകരമാക്കണം. ഇത് പാപത്തിന്റെ ശമ്പളമാണ്. വേണ്ട, ഇത് ഞാൻ ധരിക്കാൻ പാടില്ല.
അകത്ത്. അകത്ത് കയറി പൈസ വെക്കണോ? ആരാടെ ഇവിടുന്ന് ഓടിപ്പോയത്? കുറെ നാളുകളായി നിന്നെ കുറിച്ച് കംപ്ലൈന്റുകൾ കിട്ടാൻ തുടങ്ങിയിട്ട്. നടക്കേ. അവളെ അങ്ങോട്ട് മാറ്റി നിർത്ത്. ഹലോ, ശരി സാർ, ഇപ്പൊ വിട്ടേക്കാം. അവളെ പറഞ്ഞേക്കേ. വരൂ. ഇരിക്കൂ. കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. അവരോട് എന്നെ വന്ന് കാണാൻ പറയൂ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. ശരി. വരട്ടെ. ഇനി എപ്പോഴാ കാണുന്നത്? ഇന്ന് തന്നെ ഞാൻ ഡൽഹിക്ക് പോകും. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് മടങ്ങും. എന്നാ ഞാൻ വരട്ടെ. ശരി. ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. കൊച്ചമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആര് വന്നെന്നാ പറയേണ്ടത്? ഐ ജി അദ്ദേഹം കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ശരി, പറയാം. ഇരിക്കണം. എന്താ എന്താ ഇവിടെ? രണ്ട് വിഭാഗക്കാർ തമ്മിൽ സംഘടന നടന്നു. വെട്ടും കുത്തുമായി 5 പേർ മരിച്ചു. പ്രശ്നം ഗുരുതരമാകുന്നതുവരെ നിങ്ങൾ നോക്കിയിരിക്കായിരുന്നോ? പെട്ടെന്നായിരുന്നു സർ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ ഈ ഉടുപ്പുമിട്ട് നടക്കുന്നവന്റെ എന്തിനാ? കളക്ടർ വിവരം അറിയിച്ചില്ലേ? അറിയിച്ചു സർ. പെൻഷൻ പറ്റാൻ 2 കൊല്ലം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് DGP ആയി പെൻഷൻ പറ്റിയാൽ കൊള്ളാമെന്നുണ്ട്.
DGP പോസ്റ്റിന് മാഡം ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. എന്നേക്കാളും സീനിയോറിറ്റി ഉള്ളവരുണ്ട്. എന്നാലും മാഡം പറഞ്ഞാൽ CM കേൾക്കും. ഞാൻ CM-നോട് പറയണം, അത്രയല്ലേ ഉള്ളൂ? യെസ് മാഡം. എന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് ആ DGP പോസ്റ്റ്. ധൈര്യമായി പോയിക്കോളൂ. താങ്ക് യു മാഡം. എവിടെ പോയി കിടക്കുന്നപ്പ? എത്ര വിളി വിളിച്ചു, എവിടെ പോയി കിടക്കുക? എന്തിനാണ് വിളിക്കുന്നത്? ഞാനിങ്ങ് വരത്തില്ലയോ? എടീ, ഇവിടെ ഭരണം നടക്കണോ? നമ്മുടെ കൊച്ചമ്മ വിചാരിക്കണം. ഭരണചക്രത്തിന്റെ ചുക്കാനിരിക്കുന്നത് കൊച്ചമ്മയുടെ കയ്യില. കൊച്ചമ്മ വിചാരിച്ച വളയും, കൊച്ചമ്മ വിചാരിച്ച തിരിയും, കൊച്ചമ്മ വിചാരിച്ച ഒടിയും. ഇപ്പൊ വന്നിട്ട് പോയത് ആരാണെന്നറിയാമോ? സംസ്ഥാനത്തെ IG അദ്ദേഹമാണ്. സിംഹക്കുട്ടിയെ പോലത്തെ IG പൂച്ചക്കുട്ടിയെ പോലെയല്ലയോ കൊച്ചമ്മയുടെ ഉപമിക്കുന്നത്? അദ്ദേഹത്തിന് DGP ആകണമെന്ന്. കൊച്ചമ്മയുടെ കഴിവ് ഇന്നും ഇന്നലെ ആയിട്ടല്ലോ നമ്മൾ കാണുന്നത്. കഴിവുള്ളത് കൊണ്ടല്ലേ MP-മാരും മന്ത്രിമാരും കൊച്ചമ്മയെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. ജനിച്ച ഇങ്ങനെ ജനിക്കണം, സുഖിച്ച ഇങ്ങനെ സുഖിക്കണം. നമ്മളെയൊക്കെ ജനിപ്പിച്ചു ദൈവം. എന്താ പ്രയോജനം? നമുക്ക് പറഞ്ഞിട്ടുള്ളതാ ഇതൊക്കെ തന്നെ. അങ്ങനെ അങ്ങ് പറയണ്ട. കൊച്ചമ്മയുടെ അത്ര കഴിവില്ലെങ്കിലും ഈ ലളിതയ്ക്കും കഴിവൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ യോഗമാണ്. പക്ഷേ അവർക്ക് ലോകഭരണവും നിനക്ക് അടുക്കള ഭരണവും അല്പ വ്യത്യാസമേ ഉള്ളൂ. ചുമ്മാ ചലക്കാതെ ആ മീൻ കഴിവാൻ നോക്ക്. നളിനി പറഞ്ഞതുകൊണ്ടാ ഞാൻ അയാൾക്ക് DGP പോസ്റ്റ് കൊടുത്തത്. അല്ലെങ്കിൽ അയാൾ അതിന് അർഹനല്ല. എല്ലാ രീതിയിലും അൺഫിറ്റാ. എന്റെ അരികിൽ വന്ന് കാല് പിടിച്ചാൽ ഞാൻ എന്തോ ചെയ്യും. അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്തു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തത്. കൊച്ചമ്മേ, കൊച്ചമ്മയെ കാണാൻ സാറ് വന്നിരിക്കുന്നു. ഏത് സാറ്? കൊച്ചമ്മയുടെ ഭർത്താവ്. എന്റെ ഭർത്താവോ? അയാൾ എന്തിനാ എന്നെ കാണുന്നത്? അറിയില്ല, എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. എന്ത് അത്യാവശ്യം? മന്ത്രിയല്ലേ, മന്ത്രി മന്ദിരത്തിൽ ചെന്ന് കാണേണ്ടവരെ കണ്ടാ മതി. എനിക്ക് അയാളെ കാണണമെന്നില്ല. എങ്കിലും ആ കൊച്ചമ്മയുണ്ടല്ലോ, ഇത്രയും കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവരെ പിടിച്ച് വരട്ടിയോ? എന്നെ വരട്ടിയാ ഞാൻ പിന്നെ വിടുവോ? പിന്നെ കാര്യം പറ. അവരുടെ ഭർത്താവ് വന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആ സ്ത്രീക്ക് മനസ്സ് വന്നില്ലല്ലോ. അങ്ങനെയാണ് ഈ പ്രതികാരമുള്ള സ്ത്രീകള്. അങ്ങേർക്ക് പണവും പദവിയും വന്നപ്പോ ഭാര്യ വേണ്ട, ഭരണം മതി. വീട് വേണ്ട, മന്ത്രിമന്ദിരം മതി. എടീ, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്ക് അവസാനം ഇതൊക്കെ തന്നെയാ ഗതി. ആകാശം മുട്ട ചാടിയാലും സമ്മാനം വാങ്ങിക്കണമെങ്കിൽ കേരളേ ഈ താഴെ വരണം. കൊച്ചമ്മ ചെയ്തതാ അതിന്റെ ശരി. കസേരയിലോട്ട് ചവിട്ടി കയറാൻ അവര് വേണം. കയറി കഴിഞ്ഞപ്പോ അവർ കറിവേപ്പല. നീ ചെല്ലേ, എനിക്ക് ഒന്ന് നനയ്ക്കണം. ചെടി നനയ്ക്കണം. വരണം വരണം, ഇരിക്കൂ. എന്താ പ്രത്യേകിച്ച്? ദേവിയെ ദർശിക്കാൻ ഭക്തന്മാരെത്തുന്നത് എന്തിനാ? കാര്യസാധ്യത്തിന്. ഇത്തവണ ആ കോടക്കേശവന് ഒരു കാരണവശാലും ഡിസ്റ്ററി ലൈസൻസ് ലഭിക്കാൻ പാടില്ല. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് എന്നെ എന്തിനാ കാണുന്നത്? എക്സൈസ് മിനിസ്റ്റർ കണ്ടാ പോരെ? ഞാൻ മിനിസ്റ്ററെ കണ്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത്. വിവരം ഇവിടെ പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. ഇതും ഇവിടെ തരാൻ പറഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം ഉണ്ട്. ശ്രമിച്ചു നോക്കാം. അയ്യോ, ശ്രമിച്ചു നോക്കുകയല്ലേ, ഏത് വിധവും ശരിയാക്കി തരണം. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. കോടക്കേശവൻ കഴിഞ്ഞ തവണ മിനിസ്ട്രിയെ സ്വാധീനിച്ച് ലൈസൻസ് അടിച്ചെടുത്തതാ. ഇത്തവണ അത് പാടില്ല. എന്തു വന്നാലും ആർക്കും വിട്ടുകൊടുക്കില്ലെന്നുള്ള വാശിയിലാണ് അയാൾ. ശരി, 99% നിങ്ങൾക്കായിരിക്കും. എന്താ അതുപോലെ? 99% 100 ആക്കണം. ഇവിടെ മനസ്സ് വെച്ചാൽ അത് നടക്കും. അടി തെറ്റിയാൽ ആനയും വീഴുമെന്നല്ലേ പ്രമാണം. ഏവനെല്ലാം ഇരുന്ന് സുഖിച്ച കസേരയാ. എന്നും ഇങ്ങനെ തുടച്ചാ മാത്രം പോരല്ലോ, ഒന്നിരുന്ന് സുഖിക്കാം. എന്തൊരു സുഖം! ഇരുന്ന് സുഖിക്കുന്നതിനേക്കാളും കിടന്ന് സുഖിക്കുന്നതാ അതിന്റെ ഒരു ഭംഗി. ആഹാ,
ഇരിക്കുക. ഇതേ നിങ്ങൾക്കും എനിക്കും ഇരിക്കാനും കിടക്കാനുള്ളതല്ല. വലിയ വലിയ ആളുകൾ വരുമ്പോ ഇരിക്കാനാ കൊച്ചമ്മ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. എടി, എന്നെയും നിന്നെയും വലിയ ആൾക്കാരാരാ? വേണമെങ്കിൽ അല്പനേരം എടുത്ത് സൂചിച്ചോ. കൊച്ചമ്മ കാണണ്ട. കണ്ടാലെന്താ? ഇതാടി അനുഭവയോഗം എന്ന് പറയുന്നത്. ചിലർക്ക് ഇതുപോലെ ഉണ്ടാക്കിയിടാനേ പറഞ്ഞിട്ടുള്ളൂ, അനുഭവിക്കാൻ പറഞ്ഞിട്ടില്ല. പാടുപെട്ട് ഫോറിൻ കുഷ്യനും മെഷ്യനും എല്ലാം വാങ്ങിച്ചിടും. എന്നിട്ട് അവന്മാര് ഊട്ടിയിലോ കൊടക്കാനല്ലോ ചെന്ന് തണ്ണിയെ മേടിച്ചുകൊണ്ട് തറയിൽ കിടന്ന് ഉറങ്ങും. ഈ ഉണ്ടാക്കിയിട്ട സാധനങ്ങളിൽ പട്ടിയോ പൂച്ചയോ കയറി കിടക്കും, അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ കയറിയിരിക്കും. അതാടി ഈ അനുഭവയോഗം എന്ന് പറയുന്നത്. പണ്ട് എന്റെ ചെറുപ്പത്തില് ഇതേപോലെ ഒരു വീട്ടിൽ ഞാൻ ജോലിക്ക് വന്നു. അവിടുത്തെ അങ്ങ് പെട്ടെന്ന് അങ്ങ് മരിച്ചു, അറ്റാക്ക്. അടുത്ത ആഴ്ച അവിടുത്തെ ഡ്രൈവറും മരിച്ചു, അറ്റാക്ക്. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാത്ത കൊച്ചമ്മ ഡ്രൈവർ മരിച്ചപ്പോ നെഞ്ചത്തടിച്ചല്ലേ ഓടി കരഞ്ഞത്. അതായി അനുഭവയോഗം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളാവുമ്പോ ഇവിടുത്തെ കൊച്ചമ്മ കരയുമല്ലേ? അയ്യേ, നീ ഉള്ളപ്പോ എനിക്ക് നേടി കൊച്ചമ്മ. നിന്റെ മുമ്പിൽ കൊച്ചമ്മ ആരാ? നിങ്ങൾ തമ്മിൽ അജഗജ വ്യത്യാസമില്ലയോ? എന്ന് വെച്ചാ അജം എന്ന് വെച്ചാൽ ആട്, ഗജം എന്ന് വെച്ചാൽ ആന. അപ്പൊ ഞാൻ ആനയാണോ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ അല്ലടി പറഞ്ഞത്. യഥാർത്ഥ സൗന്ദര്യം ആനയ്ക്കല്ലോടി ഉള്ളത്. അതല്ലേ ആനച്ചന്തം എന്ന് പറയുന്നത്. നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് സുഖിക്ക്. ഒരു പാട്ട് പാട് പാട്. എന്തിനാ വാശിക്കും വൈരാഗ്യത്തിനും പോകുന്നത്? ഇത്തവണ ഡിസ്റ്റിലറി തലക്കുളത്തിന് എന്നെ വിട്ടുകൊടുത്തൂടെ? എന്ത് വന്നാലും ശരി, അവന് മാത്രം ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ കോടക്കേശവന്റെ മുമ്പിൽ അവൻ അങ്ങനെ ആളാകണ്ട. മിനിസ്ട്രി തീരുമാനിക്കുന്നവർക്കല്ലേ ലൈസൻസ് കൊടുക്കാൻ പറ്റൂ? എന്ത് മിനിസ്ട്രി? അവൻ കൊടുക്കുന്നതിന്റെ ഇരട്ടി ഞാൻ കൊടുക്കും. വാശി എങ്കിൽ വാശി. എന്റെ പേരിൽ ഒരു റിമാർക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് വമ്പന്മാരായാലും എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ. അത്ര വാശിയാണോ? അതെ, ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. നിയമം മറികടന്ന് ആര് പ്രവർത്തിച്ചാലും ശരി, വേണ്ടി വന്ന ഈ കോടതി കയറും. അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചുകൂടി ഒഴിക്കട്ടെ. ചതിവായിപ്പോയി. ലൈസൻസിന്റെ കാര്യത്തിന് പോകാൻ സമയത്ത് ഇങ്ങ് എത്തിക്കൊള്ളാമെന്നും പറഞ്ഞല്ലേ ആരെയോ കാണാൻ പോണെന്നും പറഞ്ഞ് പോയത്. ഇപ്പൊ അബ്കാരിയുടെ മുഴുവൻ ലൈസൻസും ആ തലക്കുളം തട്ടിയെടുത്തില്ലേ? തലക്കുളം എങ്ങനെ സാധിച്ചെടുത്തു? അതിനേക്കാൾ സ്വാധീനം നമ്മുടെ മുതലാളിക്കല്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? ടെൻഡർ നൽകാനും ലേലം വിളിക്കാനും ആളില്ലാതിരുന്നാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? സ്ഥിരം നടത്തിപ്പുകാരില്ലാതിരുന്നാൽ പകരം മറ്റാർക്കെങ്കിലും കൊടുക്കും. ഗവൺമെന്റിന് നഷ്ടപ്പെടാൻ സാധിക്കൂ? എന്തു വേണ്ടെന്ന് വെച്ചാലും ഷോപ്പിന്റെ കാര്യം മുതലാളി വേണ്ടെന്ന് വെക്കില്ല. ആ തലക്കുളത്തിന്റെയും അയാളുടെ ആളുകളുടെയും മുമ്പിൽ കൊച്ചായത് ഞാനല്ലേ? അവർ പറഞ്ഞ പ്രകാരം തന്നെ എല്ലാം നേടിയില്ലേ? തക്കതായി എന്തെങ്കിലും സംഭവിച്ചു കാണും, അല്ലെങ്കിൽ സമയത്ത് മുതലാളി വരാതിരിക്കില്ല. നമുക്ക് മാനേജറെ വിളിച്ച് ചോദിച്ചാലോ? അയാൾക്ക് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എവിടെ പോയിരിക്കും? ആർക്കറിയാം? നമസ്കാരം സാർ. ആരാ പരാതി സ്റ്റേഷനിൽ എത്തിച്ചത്? ഞാനാണ് സാർ. എന്ന് മുതലാണ് അദ്ദേഹത്തെ കാണാതായത്? 2 ദിവസമായി. എവിടെ പോകുന്നെന്ന് ആരോടും പറഞ്ഞില്ലേ? ഡിസ്റ്റിലറി ലൈസൻസിന്റെ കാര്യത്തിന് ഒരാളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. നിങ്ങൾ ആരാണ് അദ്ദേഹത്തിന്റെ മാനേജർ. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എവിടെയാ? നാട്ടിൽ പോയിരിക്കുക. നിങ്ങളെ കൂടാതെ ആരൊക്കെയുണ്ട് ഈ വീട്ടിൽ? ഞാനും മറ്റു ജോലിക്കാരും. അദ്ദേഹത്തിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ബിസിനസ്സിൽ ശത്രുക്കളുണ്ട്. അവരാരൊക്കെയാ? പ്രത്യേകിച്ച് തലക്കുളം. അവർ തമ്മിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് വാക്കേർക്കുന്നതാണ്. അത് ശരി. അദ്ദേഹത്തിന് മറ്റു വല്ലവരുമായി പ്രത്യേക ബന്ധമുള്ളതായിട്ട് അറിയാമോ? വലിയ ആളുകളാവുമ്പോ പലതും കാണും. അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. എങ്കിലും രാധാമന്ദിരത്തിൽ പോകാറുണ്ട്. ഓഹോ, അപ്പോ അവിടെയുമായിട്ടാണ് പിടിപാടല്ലേ? എന്താ കാര്യം? മുതലാളി ഇവിടെ വന്നോ? ഏത് മുതലാളി? കോടക്കേശവൻ. ഓ, കോടക്കേശവൻ. അയാൾ ഇവിടെയാണോ താമസം? പണമുള്ളവർക്ക് എവിടെയും താമസിക്കാമല്ലോ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള വാസവദത്തമാരുള്ളപ്പോ. അദ്ദേഹം ഇവിടെ വന്നോ എന്നാ ഞാൻ ചോദിച്ചത്.
സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നിങ്ങളെ പോലുള്ളവരാണ്. മാറി നിൽക്കണം. എനിക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. വീട് സെർച്ച് ചെയ്യണമെന്നോ? എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്താ കാര്യം? കാര്യമുണ്ടായിട്ട് തന്നെ. സെർച്ച് വാറണ്ട് ഉണ്ടോ? ഓഹോ, സെർച്ച് വാറണ്ട് ഉണ്ടെങ്കിലേ സെർച്ച് ചെയ്യാൻ സമ്മതിക്കൂ. അത്രേ ഉള്ളൂ. ചില സമയങ്ങളിൽ സെർച്ച് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ വാറണ്ട് വേണമെന്നില്ല. നിങ്ങൾ പറയുന്നത് കേട്ട് പേടിക്കുന്ന വിഡ്ഢികൾ ഉണ്ടാവും. അവരെ പേടിപ്പിച്ചാ മതി. എന്റെ വീട് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് വാറ് എന്നെ കാണിക്കണം. കൂടുതൽ ഞെളിയാതെ. സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്താ വിളിച്ചത്? എടിയെന്നോ? പിന്നെ നിന്നെ എന്തോ വിളിക്കണം? കൊച്ചമ്മയെന്ന് വിളിക്കണം. എന്താ തനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഈ ജോലി നിന്റെ തന്ത ഉണ്ടാക്കി തന്നതല്ല, മനസ്സിലായോ? അഥവാ ഈ ജോലി ഇല്ലെങ്കിൽ തന്നെ വേറെ ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്കറിയാം. തന്നെ ഞാൻ കാസർഗോട്ടും കന്യാകുമാരിയുമായി തെക്ക് വടക്ക് നടത്തിക്കും. പേടിപ്പിക്കാതെ. നിന്റെ വാക്ക് കേട്ട് എന്നെ തെക്ക് വടക്ക് നടത്തിക്കാൻ വരുന്നവരെ തന്തമാര് പോവും. ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് നീ നിന്റെ മറ്റവന്മാരും കരുതണ്ട. എന്തിനും ഒരു അതിരുണ്ട്. ആമ്പിള്ളേരും ഈ രാജ്യം ഭരിക്കും. അന്ന് നീയെല്ലാം അകത്തായിരിക്കും. വരണം വരണം, ഇരിക്കണം. എന്താ പോരാത്ത വഴിയൊക്കെ? പോരാത്ത വഴിയും കാണാത്ത കാടുമാണല്ലോ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതിരിക്കട്ടെ, കോടക്കേശവനൊന്നൊരു ഡിസ്റ്റിലറി ഉടമസ്ഥനെ തലക്കുളത്തിന് അറിയാമോ? അറിയും. എങ്ങനെ? ബിസിനസ്സിൽ കൂടി. എന്ത് ബിസിനസ്സിൽ കൂടി? അബ്കാരി ബിസിനസ്സിൽ. നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നു? പണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ 4 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ പാർട്ട്നേഴ്സ് അല്ലേ? അല്ല. എന്താ കാര്യം? ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ബിസിനസ്സിലോ അതോ മറ്റു വല്ലതിനുമോ? ബിസിനസ്സിൽ. അതിനുശേഷം ശത്രുക്കളായി മാറിയല്ലേ? അതെ. ഇപ്പോൾ കോടക്കേശവനെ കാണാനില്ലെന്ന കാര്യം അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? പറയുന്നത് കേട്ടു. ആര് പറയുന്നത് കേട്ടു? ഇവിടെ ആളുകൾ ഓരോരുത്തരും പറയുന്നത് കേട്ടു. നിങ്ങളുടെ ആളുകൾ? അല്ല, പുറമേ ഉള്ളവർ. അവരെങ്ങനെ അറിഞ്ഞു? അതറിയില്ല. ഉന്നത തലങ്ങളിൽ പിടിപാടുള്ള ഒരു നളിനിയെ നിങ്ങൾക്കറിയാമോ? അറിയുമോന്ന് ചോദിച്ചാ പറഞ്ഞറിയും. അതും പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഈയിടെ എങ്ങനെ അവരെ കണ്ടിരുന്നു? കണ്ടിരുന്നു. എന്തിന്? പേഴ്സണൽ കാര്യത്തിന്. പേഴ്സണൽ എന്ന് വെച്ചാൽ പലതുമാകാം. എന്ത് കാര്യത്തിന് അവളെ കണ്ടുവെന്നാ ഞാൻ ചോദിച്ചത്? ഡിസ്റ്റിലറിയുടെ കാര്യത്തിന്. എന്താ, അവര് ഡിസ്റ്റിലറി വല്ലതും നടത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ ലൈസൻസ് കിട്ടുമോന്ന് ശ്രമിക്കാൻ വേണ്ടിയായിരുന്നു. അവരാണോ ഈ രാജ്യത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്? അല്ല, മിനിസ്റ്ററെ കണ്ട് റെക്കമെൻഡ് ചെയ്യാൻ. അത് ശരി. ഈയിടെയായി ബാങ്കിൽ നിന്ന് നിങ്ങൾ 50 ലക്ഷം രൂപ ഡ്രോ ചെയ്തിരുന്നല്ലോ, അത് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയായിരുന്നു? അല്ല. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു? മറ്റ് ബിസിനസ് കാര്യത്തിന്. ഓഹോ. അപ്പോൾ കോടക്കേശവൻ എവിടെ പോയെന്ന് നിങ്ങൾക്കറിയില്ല? ഇല്ല. എവിടെ പോയാലും ഞങ്ങൾ കണ്ടുപിടിക്കും. തൽക്കാലം താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. അപ്പൊ വരട്ടെ, നമുക്ക് വീണ്ടും കാണാം. മിണ്ടിയാൽ കൊന്നു കുഴിച്ചു. പറയണം, കോടക്കേശവനോട് വന്നിരുന്നു. പറയാൻ വന്നിരുന്നു വന്നിരുന്നു വന്നിരുന്നു.
കേശവനെ നിങ്ങൾ എല്ലാരും കൂടെ എന്ത് ചെയ്തു? നിന്നോടാ ചോദിച്ചത്. അയ്യോ, കൊച്ചമ്മയുടെ മുറിയിൽ എന്തോ ഭയങ്കര ബഹളം നടക്കുന്നു. എന്താണെന്ന് ചെന്ന് നോക്കിക്കേ. കൊച്ചമ്മയുടെ മുറിയിൽ അങ്ങനെ പല ബഹളങ്ങളും കേൾക്കും. ഇന്നും ഇന്നലെ അല്ലല്ലോ ഇവിടെ നമ്മൾ ഈ ബഹളങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. നീ എന്റെ പടം. അയ്യോ, ഇത് എന്നും കേൾക്കുന്ന പോലെയുള്ള ബഹളമല്ല. ഇതിൽ എന്തോ തകരാറുണ്ട്. എന്ത് തകരാറുണ്ടാകുന്നാലും ശരി, നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണം. അതുകൊണ്ട് എന്റെ പിള്ള അതൊന്ന് ശ്രദ്ധിക്കണ്ടേ. എന്താ ചിരിക്കുന്നെ? അകത്ത് ഭയങ്കര ചൂടല്ലേ? ഇറക്കാവന്മാരെ. കുഴി എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കണം. കൊണ്ടുപോ.
നടത്തുന്ന വമ്പന്മാരല്ല ഇപ്പൊ എവിടെ? നീ കുറെ അഹങ്കരിച്ചതല്ലേ? ഇനി എന്റെ തൊപ്പി പോയാലും എനിക്കൊരു പുല്ലുമില്ലടി. എന്റെ മുഖത്ത് നോക്കി നീ അന്ന് എന്താ പറഞ്ഞത്? നാട് കടത്തി കളയുമെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? വാറണ്ട് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാമെന്ന്. നടക്കണേ, രണ്ടുപേരെയും കൊണ്ടുവാ. കുമാരനാശാന്റെ വാസവദത്ത ചെട്ടിയാരെ കൊന്നു കുഴിച്ചു മൂടി. നിന്നെപ്പോലുള്ള വാസവദത്തമാർക്ക് അവസാനം ഇതാണ് പറഞ്ഞിട്ടുള്ളത്.